ഈ ആഴ്ചയിലെ ഫേസ്ബുക്ക് ലൈവ് ഇന്നലെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത്തരത്തിൽ സംസാരിക്കുന്നത്. എല്ലാ ഫേസ്ബുക്ക് ലൈവ് പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ആഴ്ച സാമാന്യം തിരക്കുള്ളതായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഔദ്യോഗിക വസതിയിലേക്ക് റോസ് ഹൌസിലേക്ക് താമസം മാറി. ഒരു പഴയ വലിയ വീടാണ് റോസ് ഹൌസ്. ഇതിനകത്ത് നടന്നു തീർക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം നമുക്ക് കയറി ഇറങ്ങി ചെല്ലാൻ സാമാന്യം പ്രയാസമുണ്ടെങ്കിലും ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ടുള്ള ആളുകളുടെ സഹായം കൊണ്ട് ഇതൊക്കെ സാമാന്യം വൃത്തിയായി സൂക്ഷിച്ചു വയ്ക്കാം. അരുണയെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തി പഴയ ഞങ്ങളുടെ വീട്ടിലെ പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക എന്നതിലും കുറച്ച് പ്രയാസമുണ്ട്. വീട്ടിലുണ്ടായിരുന്ന 5 പൂച്ചകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ പട്ടിക്കുട്ടി. എന്തായാലും കാലത്തൊരു 7 മണിയാകുമ്പോഴേക്കും ആളുകൾ സന്ദർശകരെത്തും. അവരോട് സംസാരിച്ചൊരു 9 മണിയാകുമ്പോഴേക്കും പരിപാടികൾക്ക് ഇറങ്ങണം. പിന്നെ പലപ്പോഴും രാത്രി ഇന്നൊക്കെ 10 മണി കഴിഞ്ഞിട്ടാണ് 10:30 കഴിഞ്ഞിട്ടാണ് എത്തുക. അങ്ങനെ ഒരു പുതിയ താമസസ്ഥലവും പുതിയ ഒരു വീടുമൊക്കെ ആയിട്ട് താമസിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു പൊതുപ്രവർത്തകന് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഐക്യജനാധിപത്യ മുന്നണി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് മാന്യ ശ്രോതാക്കൾക്കറിയാമല്ലോ. ഈ 15-ന് വനിതകളുടെ ബസ് സൗജന്യ യാത്ര ആരംഭിക്കുകയാണ്. അതിൽ തീർച്ചയായിട്ടും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. 15-ാം തീയതി വനിതകൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ കിട്ടും. അത് എന്താണ് എന്നതൊക്കെ ബഹുമാനായ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളത്തിൽ മുൻകാലങ്ങളിൽ ആരും ചിന്തിച്ചിട്ടില്ലാത്തൊരു വഴിയിലാണ് UDF കടന്നു പോകുന്നത്. സ്ത്രീകളുടെ കയ്യിൽ അധികമായി കിട്ടുന്ന 2500-3000 രൂപ ദിവസവും ബസ്സിൽ ചെലവഴിക്കുന്ന തുക തൊഴിലാളികൾക്ക് അവരുടെ അധിക വരുമാനം തന്നെയാണ്. ആ അധിക വരുമാനം ഉണ്ടാക്കൽ തന്നെയാണ് നമുക്ക് ലക്ഷ്യവും. ഇത് KSRTCയെ തകർക്കുമോ എന്ന് പലരും ന്യായമായ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വളരെ ഭംഗിയായി അർത്ഥശങ്കകൾക്ക് ഇടമില്ലാത്ത തരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്, ഇത് KSRTCയുടെ പ്രോഗ്രാമല്ല. അതുകൊണ്ട് ഇതിന് സംഭവിക്കുന്ന അധിക ചെലവുകൾ ഗവൺമെന്റ് വഹിക്കും. അതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളിലാണ് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം കയറി വരുന്ന സ്ത്രീകൾക്ക് അവർക്ക് ടിക്കറ്റ് കൊടുക്കണം. ആ ടിക്കറ്റിൽ പൈസ ഉണ്ടാവില്ല, പക്ഷെ ടിക്കറ്റിന് പൈസ ഉണ്ടാവില്ല. എങ്കിൽ ടിക്കറ്റ് കൊടുക്കണം. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയുന്നത് പോലെ KSRTCയുടെ ഒരു കണക്ക് അതിലുണ്ടാവണം. അതിനകത്തൊരു കൃത്യമായ കണ്ണുമുണ്ടാകണം. അതിന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി. 10-ാം തീയതിയോടുകൂടി മന്ത്രിസഭാ യോഗം വന്നുകൊണ്ട് ഇതിനെ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ സാധിക്കും. ഇതിനിടയിൽ ജില്ല വിട്ട് പുറത്തു പോകുന്നില്ല. അതുപോലെ തന്നെ പരിപാടികൾ ധാരാളം വരുന്നുണ്ടെങ്കിലും ആ പരിപാടികളിൽ നിന്നൊക്കെ കഴിയുന്നത് ഞാൻ ഒഴിഞ്ഞ് നിൽക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനിടയിൽ സജി എന്ന ഒരു സ്നേഹിതൻ പറയുന്നു, സാർ ഞങ്ങൾ ടാക്സി വാഹനങ്ങൾ നിയമസഭയ്ക്ക് ഇലക്ഷൻ ഓടിയിട്ടൊരു പൈസ പോലും കിട്ടിയിട്ടില്ല. അത് ഇലക്ഷൻ കമ്മീഷനാണോ എന്ന് വ്യക്തമല്ല. ഏതെങ്കിലും സ്ഥാപനമോ അതുപോലുള്ള സർക്കാർ സംവിധാനങ്ങളോ
അങ്ങനെ പണം കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടപെടാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മെസ്സഞ്ചറിലൂടെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ഫോൺ എപ്പോഴും എടുക്കാൻ കഴിയുന്നില്ല. ഫോൺ എടുക്കുക എന്നുള്ളത് പലപ്പോഴും അസാധ്യമായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് അത് ഡൈവേർട്ട് ചെയ്യുകയാണ്. ഡൈവേർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ അസിസ്റ്റൻസ് അത് എടുക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ അസിസ്റ്റൻസിൻ്റെ മറുപടി കേൾക്കാനല്ല നിങ്ങളിൽ പലരും വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും റെസ്പോണ്ട് ചെയ്യാൻ കഴിയുമല്ലോ എന്നത് മാത്രമാണ്. അതുകൊണ്ട് എന്നെ സമീപിക്കുന്ന ആളുകൾ എൻ്റെ 9447303653 എന്ന നമ്പറിൽ മാത്രം വിളിക്കാതെ എൻ്റെ അസിസ്റ്റന്റുമാരുടെ നമ്പറിൽ വിളിക്കുന്നത് നല്ലതായിരിക്കും. അതെല്ലാം ഉടനെ തന്നെ ഞാൻ ഈ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കുള്ള മെസ്സേജുകൾ SMS മെസ്സേജായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജായിട്ടോ അയച്ചാൽ തീർച്ചയായിട്ടും ഞാനത് നോക്കി അതിൻ്റെ വിവരങ്ങൾ തരാം. മറ്റൊരു കാര്യം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്ത് വന്ന് മന്ത്രിമാരെ എന്നെ മാത്രമല്ല കാണാൻ കാത്തു നിൽക്കുകയാണ്. എന്തായാലും എൻ്റെ കാര്യം ഞാൻ പറയാം. വരുന്ന എല്ലാവരോടും അവരുടെ കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുള്ള